ചോദിച്ചേട്ടാ രഞ്ജു മോൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഇല്ല മോളൊന്നും അല്ല, ഞാൻ മോളോട് ചോദിച്ചില്ല. ഇനിയും വേണം ചോദിക്കാൻ. പിന്നെ പയ്യൻ എന്ത് പറഞ്ഞു? ഞാൻ ചോദിച്ചപ്പം വീട്ടിൽ ചെന്നിട്ട് പറയാന്നാണ് പറഞ്ഞത്. ഞാൻ പറയാതറിയാലോ, സർക്കാർ ഉദ്യോഗസ്ഥർ വിവാഹ കമ്പളത്തിലുള്ള മതിപ്പ്. പിന്നെ ഞാൻ എവിടെ ആലോചനയ്ക്ക് പോയാലും പെണ്ണു വീട്ടുകാർ ചോദിക്കുന്നത് ചെറുക്കൻ സർക്കാർ ആണോ എന്നുള്ളതാണ്. പിന്നെ നല്ല കേസാ, കളയണ്ട. അറിയാം. അതെ, സർക്കാർ ജീവനാവുമ്പോഴേ ലൈഫ് സേഫ് ആണല്ലോ. നോക്കുന്നത് പിങ്ക് മേക്ക് ചേരുന്ന പയ്യന. മോൾക്കും ഇഷ്ടപ്പെടും, എനിക്കറിയാം. മനുഷ്യച്ചൊക്കെ ആയിട്ടൊന്ന് ആലോചിച്ചിട്ട് പറയാം. സെറ്റ് എന്തായിരുന്നാലും പോവാം. എന്തായാലും പോയിട്ട് വിളിച്ച് പറയണം ഷാജി. ശരി, ഓക്കെ, ശരി. കേട്ടാ? ശരി. ശരി, പണി നല്ല ചെറുക്കനല്ലേ? അതെ, അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. അവിടെ പോയിട്ട് വിളിച്ച് പറയാന്നാണ് ഷാജി പറഞ്ഞത്. അച്ഛാ, അച്ഛന് വേറെ പണിയൊന്നുമില്ല അച്ഛാ. ഒരുമാതിരി ഇമാതിരി പയ്യനെയാണ് റിങ്കിക്ക് വേണ്ടി ആലോചിക്കണേ. എന്ത് കുഴപ്പം? അയ്യേ, ഒരുമാതിരി വെള്ളയ്ക്ക് വീണാണ് കയറ്റം. പറഞ്ഞത് ശരിയാണ്, ഒരു തണുപ്പൻ. എന്തോന്നും മണി. അതെ, ആളൊരു നാട്ടുമ്പുറത്തുകാരനാണ്. എന്തോ നിങ്ങൾ അങ്ങനെ കൊച്ചായിട്ട് കാണാനൊന്നും വേണ്ട. അതുകൊണ്ടല്ല, അയാൾ ഈ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ സ്വന്തം പൊരയിടത്തില് അധ്വാനിച്ച് അതെ കൃഷി ചെയ്യുന്ന ആളാണ്. മനസ്സിലായ? നല്ലൊരു കർഷകൻ കൂടിയാണ്. സൽസ്വഭാവി, പുകവലിയില്ല, വെള്ളവടിയില്ല, ദുശീലങ്ങളൊന്നുമില്ല. വീട്ടില് അമ്മയൊക്കെ പൊന്നുപോലെ നോക്കി നല്ലൊരു മനുഷ്യൻ. നാട്ടുമ്പുറത്തുകാരെ. ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചത്, കൃഷിക്കാരനായിട്ട്. ചരിത്രം ആവർത്തിക്കുന്ന പോലെ എനിക്കൊരു തോന്നല് പെട്ടെന്ന് എനിക്ക് കിട്ടി. നിനക്കിവിടെ എന്താണ് കുറവുണ്ടായത്? കുഴപ്പമൊന്നുമില്ല മോളെ. മോക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അവക്ക് ഇങ്ങനെ താടിയെന്ന് വെച്ച വൈമാരി ഇഷ്ടമല്ല. നിന്റെ അടുത്തല്ല ചോദിച്ചത്, എന്റെ മോളോടാണ് ചോദിച്ചത്. ഞാൻ ആ ലഡുവും ജിലേബിയൊക്കെ കൊണ്ട് കൊടുക്കാൻ പോയപ്പോ തന്നെ അയാളുടെ ആർത്തി കാണണമായിരുന്നു. എന്തൊരു തീർച്ചയായിരുന്നു. എന്റെ ദൈവമേ, മൊത്തം തിന്ന്. ഞാൻ നോക്കി വെച്ചിരുന്ന ഒരു ലഡു അങ്ങനെ എടുത്ത് തിന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആക്രാന്തം കേട്ടോ ചെറുക്കന്. ചെറുക്കൻ നല്ല സ്വഭാവമാണ്. അച്ഛനടുത്ത് പറഞ്ഞോ? എന്റെ സങ്കല്പത്തിലുള്ള ആളെ അല്ല അയാൾ. അതെ അതെ. നീ എന്നിട്ട് എന്ത് പറഞ്ഞു? പറഞ്ഞോ? ഞാൻ എനിക്കിഷ്ടല്ലെന്നോ നന്നായി. അപ്പൊ അതാണ് ആ ചെറുക്കൻ ഷാജി പറഞ്ഞ് വീട്ടിൽ പോയിട്ട് പറയാം. ഷാജി എന്റെ അടുത്ത് ഞാൻ വിളിച്ച് പറയാൻ ചെറിയ വീട്ടാന്ന് പറഞ്ഞു. നന്നായി, വെരി ഗുഡ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവളല്ലേ കൂടെ ജീവിക്കണ്ടേ? നമ്മളിങ്ങനെ അഭിപ്രായം പറഞ്ഞ് വിട്ടാ മതി, നമ്മളെല്ലാം നോക്കും. പക്ഷെ കൂടെ ആര് ജീവിക്കും? അയാൾക്കെല്ലാം പഴഞ്ചൻ ചിന്താഗതിയാണ്. എന്റെ കോൺസെപ്റ്റ് ഒത്തുപോകാനൊന്നും പറ്റൂല അമ്മ. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടില്ല എന്റെ സങ്കല്പങ്ങളൊക്കെ. അതൊന്നും അല്ല അങ്ങേരുടെ. എന്റെ പൊന്നു മോളെ, എനിക്ക് ഇതുവല്ല അറിയായിരുന്നോ? ഷാജി പറഞ്ഞ് ഒരു സർക്കാർ ജീവനക്കാരനാണ്, നല്ലൊരു പയ്യനാണ്, പുകവലിയിലെ സിഗരറ്റ് വലിയ നല്ല നല്ല റിങ്കി മോൾക്ക് നല്ല ചേരുന്ന പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വന്ന് കണ്ടോട്ടെ എന്ന്. എല്ലാം ഓക്കെ, കാണാനും കൊള്ളാം, കാണാനും ഒക്കെ ചെറിയൊരു ചന്തമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ സ്വഭാവമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല. എന്റെ പൊന്നച്ഛൻ, ഞാനൊരു കാര്യം പറയാം. എനിക്കിതുപോലത്തെ വാഴ ഞാൻ പയ്യന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. ദൈവം കാല് പിടിക്കാൻ കടല. അതെ, പിള്ളേർക്ക് ചേരുന്നുണ്ടോ എന്നുള്ളത് അവര് തീരുമാനിച്ചോട്ടെ. നല്ല ആൾക്കാരെ നമുക്ക് കൊണ്ടുകൊടുക്കാം. ലെറ്റ് ദം സെലക്ട്. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ.